ഹലോ ഫ്രണ്ട്സ്, ഈ ഗ്ലോ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കസ്തൂരി മഞ്ഞളിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്കിത് കൃഷി ചെയ്ത കർഷകരോട് തന്നെ ചോദിച്ചറിയാം. സാർ, അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് ഈ കസ്തൂരി മഞ്ഞൾ? കസ്തൂരി മഞ്ഞൾ അതായത് വൈൽഡ് ടർമറിക്, ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ നാച്ചുറലാണ്, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കോസ്മെറ്റിക് ഐറ്റം. ഇപ്പോൾ നമ്മൾ വിപണിയിൽ നിന്ന് നമുക്കൊരുപാട് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടും, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. അത് പക്ഷേ നാച്ചുറൽ അല്ല, അതിൽ പല തരത്തിലുള്ള കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ശരീരത്തിനൊക്കെ ഹാനികരമായിരിക്കും. എന്നാൽ കസ്തൂരി മഞ്ഞൾ 100% പ്രകൃതിദത്തമായ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഇതിനെ വൈൽഡ് ടർമറിക്, മസ്ക് ടർമറിക്, കസ്തൂരി ഹൽദി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. സാറ് പറഞ്ഞില്ലേ കസ്തൂരി മഞ്ഞൾ 100% കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് ഇത്? ഓക്കെ, ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു മേന്മ പറയാം. അതായത് വൈൽഡ് ടർമറിക്, കസ്തൂരി മഞ്ഞൾ, ഇത് ഒറിജിനലാണ്, ക്രീം നിറത്തിലുള്ള. ഇതിൽ പല തരത്തിലുള്ള എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്, അഥവാ അവശ്യ എണ്ണകൾ. അതുപോലെ തന്നെ വിവിധ ഇനം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആവും നമ്മുടെ സ്കിന്നും ഫേസും. പിന്നെ നമ്മളിത് ഉപയോഗക്രമം, ഇത് ഉപയോഗിക്കാൻ പല രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ഈ വൈൽഡ് ടർമറിക്കിൻ്റെ പൗഡർ വെള്ളം, സാധാരണ വെള്ളത്തിൽ പിന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ അവിടെ കീപ്പ് ചെയ്യുക. എന്നിട്ടത് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയരുത്. അതുപോലെ തന്നെ നമുക്ക് ഓയിലി സ്കിന്നായിട്ടുള്ള ആളുകൾക്ക് ഈ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. എന്നാൽ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകൾക്ക് ഒന്നുകിൽ തൈര്, കേട്, അല്ലെങ്കിൽ മിൽക്ക്, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ, ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് കുട്ടികൾക്ക് ഒരു ബേബി ബാത്ത് പൗഡറായിട്ട് ഉപയോഗിക്കാം. അവർക്ക് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് വളരെ പ്രകൃതിദത്തമാണ്. നമുക്ക് ഒരു ഭയപ്പാടുമില്ലാതെ ധൈര്യസമേതം സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഈ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം കാലങ്ങളായിട്ട് നമുക്ക് നല്ല കസ്റ്റമർ ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലരും അത്ഭുതത്തോടെ നമ്മളെ വിളിച്ച് പറയാറുണ്ട്, നല്ല എഫക്റ്റ് ഉണ്ട്, നിങ്ങളിതിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടോ? ഒരു കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല. ഇത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. 100% നമുക്ക് വിശ്വസിക്കാവുന്ന 100% കോസ്മെറ്റിക് പ്രോഡക്റ്റ് കസ്തൂരി മഞ്ഞൾ, പ്രകൃതിദത്തമായത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്, എങ്ങനെയാണ് ഇത് കസ്റ്റമറിലേക്ക് താങ്കൾ എത്തിക്കുന്നത്? ഇതിൻ്റെ മാർക്കറ്റിംഗ് സത്യം പറഞ്ഞാൽ വളരെ ഈസിയാണ്, അത്ര പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആണല്ലോ ചെയ്യുന്നത്. ഈ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബ് വഴി, അതുപോലെ FB, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഇതിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. ആളുകൾ ഈ വീഡിയോസ് കാണുന്നു, നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു, അവർക്ക് നമ്മളെ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ പ്രോത്സാഹിപ്പിക്കാറില്ല. വളരെ ജെന്യൂനായിട്ട്, നാച്ചുറലായിട്ട്, ഓർഗാനിക്കായിട്ടുള്ള റീച്ച് ഉണ്ടാവുമ്പോൾ ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളൊരു പ്രശ്നം, നമ്മുടെ ഈ വീഡിയോസ് കുറഞ്ഞ ആളുകളിലാണ് എത്തുക, ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ക്വാളിറ്റി സ്റ്റഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കസ്തൂരി മഞ്ഞൾ. അതുകൊണ്ടുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, റിപ്പീറ്റഡ്ലി ഈ ബയേഴ്സ് നമ്മളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു. അവർ നമ്മുടെ ഒരു ട്രസ്റ്റഡ് ബയേഴ്സാണ്. നമ്മളവരെ വളരെ ഓണർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് മാത്രമാണ് അവർക്ക് കൊടുക്കാറ്. ഇനി എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെറുകിട ബിസിനസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വിപണിയിൽ എത്തിക്കാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ജെന്യൂനായി ആണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ബയേഴ്സിനെ കിട്ടും. ഓക്കെ.
അപ്പോൾ നിങ്ങൾ ഈ കസ്തൂരി മഞ്ഞളിനെ കുറിച്ച് ഒരുപാട് കേട്ടല്ലോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കസ്തൂരി മഞ്ഞളുടെ വിത്തോ പൗഡറോ വേണമെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്